അഖിൽ സാർ, നാളെ ആരാ വരാൻ പോകുന്നറിയോ? നമ്മുടെ മോള്. അവൾ ആദ്യമായിട്ടാ അഖിൽ സാറിന്റെ മുമ്പിലേക്ക്. എല്ലാ വർഷവും അഖിൽ സാറിന്റെ പിറന്നാളിന് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞു തീർക്കാറില്ലേ? ഇത്തവണ അവളുണ്ട്. കരയരുത് ശ്യാമയെന്ന് കൂടെ കൂടെ സാറ് പറയാറില്ലേ? ഇത്തവണ ഞാനത് പാലിക്കൂട്ടോ. മോളുടെ കൂടെ കരയാതെ ഞാനിരിക്കും. കണ്ടോ? അഖിലിനോടുള്ള പരാതിയും പരിഭവവും ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയില് ഒരു പെണ്ണിനെ കുറെ ആളുകൾ വിമർശിക്കുന്ന കണ്ടു. ഒരു മാസം പോലും ആ ഓർമ്മകൾ കഴിഞ്ഞില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എടുത്തി. നമ്മുടെ കൂടെ ജീവിച്ച ആള് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കൊത്തിവെച്ച് പോയിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പെരുമാറ്റവും. ഓരോ നിമിഷവും അഖിൽ സാറിനെ ഓർക്കാതെ എനിക്ക് പറ്റില്ല. കാരണം ശ്യാമയാക്കിയത് അഖിൽ സാറല്ലേ? ശരി, ഞാൻ ചോദിച്ചു പറഞ്ഞ ഇനി അതിന്റെ പേരിൽ കരയാനൊന്നും നിൽക്കണ്ട. ഇല്ല, അഖിൽ സാറിന് ഞാൻ വാക്ക് കൊടുത്തിരിക്കും. ഇന്നും നാളെ ഒന്നും കരയില്ലാന്ന്. മോള് വരല്ലേ? കൃത്യമായി അഖിലിന്റെ പെരുന്നാൾ ദിവസം തന്നെ ഐശ്വര്യയും മാലിന്യം ഇവിടുന്ന് മാറി തന്നു അല്ലേ? അവര് ബോംബെക്കും മറ്റോ പോവോ? 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോ 3 ദിവസം മോളൂടെ ഉണ്ടാവുമല്ലേ? എനിക്കറിയില്ല. പിടിച്ചു നിർത്താൻ തോന്നിയാൽ ഞാൻ പിടിച്ചു നിർത്തും. അപ്പോ ആ കുട്ടിക്ക് വീട്ടിൽ പോണ്ടേ? എന്റെ അവകാശമല്ലേ? ശ്യാമയ്ക്ക് അവകാശമുണ്ട്, പക്ഷെ ഫിദയ്ക്ക് അവകാശമില്ല. ഉണ്ടോന്ന് ചോദിച്ചു നോക്കിയാ പറയും ഫിദാമ്മയുടെ അമ്മ തന്നെയാന്ന്. മോളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയ പിന്നെ ശ്യാമ സംസാരിക്കുന്ന കേൾക്കാൻ നല്ല രസവാ. പഴയ ആളെ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയതുപോലെ തോന്നും. ഈ വേരറ്റ് വീഴാൻ പോകുന്ന വൃക്ഷത്തിന് എവിടെയെങ്കിലും ഒരു വേര് ബാക്കി ഉണ്ടാവുമ്പോ ഒരു സന്തോഷം കാണില്ലേ? അല്ലെങ്കിൽ ഈ ഉണങ്ങി നിൽക്കുന്ന മരത്തിന് ഒരു പച്ചിലപ്പൊടിപ്പ് വരുമ്പോ ഒരു സുഖം കാണില്ലേ? അത് തന്നെ എടുത്തി അവള്. എന്റെ മോള് വരട്ടെ, എല്ലാം മറയും നീക്കി എന്റെ അരികിലേക്ക് വരട്ടെ. എന്നിട്ട് ശ്യാമയും രാധികയുമായി ഞങ്ങളൊരു ജീവിക്കലുണ്ട്. എല്ലാവരും കൊതിക്കുന്നൊരു ജീവിതം. രാധികമോള് വാ. അല്ല, ഫിദ മേഡം എവിടെ? തിരക്കൊന്നും വേണ്ട, ഫിദ മോളെ കാത്തിരിക്കോ. വാ. ഇവിടെ എന്തോ വലിയ ചടങ്ങുണ്ടല്ലോ. ഉണ്ട്, വാ. മോളെ. എന്താ മാഡം? എല്ലാ വർഷവും നടക്കാറുള്ള ഒരു കാര്യം. ഇപ്രാവശ്യം രാധികമോളും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ കരുതി. അമൃത അതെടുത്തോണ്ട് വാ. ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? എൻ്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേയാ. എന്നിട്ട് അദ്ദേഹം എവിടെ? മാഡം,
എന്തു പറ്റി? അദ്ദേഹം ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. അയ്യോ, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. കുറെ കാലം ഞാൻ അതിൻ്റെ ഒരു ട്രോമയിലായിരുന്നു. പതുക്കെ പതുക്കെ ഇപ്പൊ അതിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം ആരാണെന്നറിയോ? ഇല്ല. എന്റെ രാധിക മോള. രാധിക മോളെ കണ്ടെത്തിയതിന് ശേഷം ഈ ലോകത്ത് ആരോ ഉണ്ടെന്നൊരു തോന്നൽ എനിക്ക് വന്നത്. മോളെ, അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കുമായിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ ഞാൻ. ഇതവർക്കൊക്കെ മോളെ കൊടുക്കേണ്ടേ. അല്ല, മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആകുമ്പോൾ മാഡം അല്ലേ കൊടുക്കേണ്ടത്? എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കുക. ഇപ്പൊ എനിക്ക് മോളുണ്ടല്ലോ, മോള് കൊടുത്താ മതി. വരൂ മക്കളെ. കൊടുക്ക. കൊടുക്ക. താങ്ക് യു. താങ്ക്സ്. ഇനി മക്കള് പോയിക്കോ. മാഡം, ഇത്രയ്ക്ക് എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്ത് പുണ്യ ചെയ്തേ? പുണ്യം ചെയ്ത ഞാനാ. ഏറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ ഭർത്താവിന്റെ പിറന്നാളിന് ഇന്നൊരർത്ഥമുണ്ടായി. താങ്ക്സ് മോളെ. മോള് വാ. മോളെ വാ. അഖിൽ സാർ, നമ്മുടെ മോളെ അനുഗ്രഹിക്കണം. അവള് എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കണ്ടേ അഖിൽ സാറിന്? മോളെ
ഞാനൊരു കാര്യം പറഞ്ഞ കുട്ടി അതനുസരിക്കോ? പിന്നില്ലാതെ ഫിദ മാഡം പറയുന്ന ഏത് കാര്യത്തിനാണ് ഞാൻ എതിര് നിന്നിട്ടുള്ളത്? മോൾ എപ്പോഴും പറയില്ലേ ഞാൻ മോളെ ചേർത്ത് പിടിക്കുമ്പോ അമ്മയെ പോലെ തോന്നുമെന്ന്. വീട്ടിൽ ചെല്ലുമ്പോ അമ്മയോടും അത് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ അമ്മയെന്നൊന്ന് വിളിക്കാമോ? രാധികെ, ഫിദ വല്ലാതെ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കൊടുക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞില്ലേ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്ന കാലത്തുനിന്ന് ഇപ്പൊ വല്ലാത്തൊരു മാറ്റം വന്നു. മുമ്പ് എന്റെ മനസ്സിൽ മുള്ളുകൾ മാത്രമായിരുന്നു, കുറെ കരിഞ്ഞുണങ്ങിയ പാടുകളും. ഇപ്പൊ അതല്ല, പൂക്കളുണ്ട്, പൂത്തുമ്പിയുണ്ട്. ഒന്ന് വിളിക്കാമോ നീ എന്നെ? അമ്മേ, അമ്മേ, എങ്ങനെ കിടന്നാൽ ഞാൻ ഉറങ്ങിപ്പോവും. ഉറങ്ങിക്കോളൂ, അമ്മയുടെ മടിയിലല്ലേ. ആറ്റശ്ശേരിയിലാണെങ്കിൽ ഞാൻ എല്ലാം ചെല്ലുമ്പോൾ തന്നെ വിശദമായിട്ട് പറയുമായിരുന്നു. ആറ്റുവാശ്ശേരിയാണോ കണിമംഗലാണോ മോക്കിഷ്ടം? അതെന്നാ അങ്ങനെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല,
എവിടെയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരുള്ളതെന്ന് അറിയാൻ ചോദിച്ചതാ. എന്റെ അച്ഛനും അമ്മയും ഉള്ളത് എവിടെയാണോ അവിടെയല്ലേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇവിടെ ഹലോ, ഫിദ, എന്താ? ഒരു മിനിറ്റ് ഒന്ന് വരൂ. ഒന്ന് വാ. മോളെ ഞാനിപ്പോ വരാം. എന്താ എടുത്തേ? ചതിച്ചു. ഐശ്വര്യയുടെ മാലിന്യയുടെ യാത്ര ക്യാൻസലായി. ദൈവമേ, അവർ തിരിച്ചു വന്നോണ്ടിരിക്കുവാണെന്ന്. അവരിവിടെ എത്താറായി. അവര് മോളെ കണ്ടാലോ? എന്തെങ്കിലും പറഞ്ഞ് രാധിക ഇവിടുന്ന് ഇപ്പൊ പറഞ്ഞു വിടണം. പെട്ടെന്നാവട്ടെ, അവരിവിടെ എത്താറായി. മോള് ചെല്ല്, വേഗം. മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. മോള് പൊയ്ക്കോളൂ. അല്ല, എന്നോട് കുറച്ചേരം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ഉറങ്ങണമെന്ന് പറഞ്ഞില്ലേ? അതിനൊന്നും ഇപ്പൊ സമയമില്ല. അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ടതാ. അമൃത, വണ്ടി പുറത്തുണ്ടല്ലോ അല്ലേ? രാധിക മോളെ കണിമംഗലത്തോണ്ട് വിടാൻ പറയും. ശരി, ചെല്ലേ. മോള് വാ. വാ വാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല കുട്ടി, വാ. മോള് കയറിക്കോ. അതെ, ഈ കുട്ടി ഒന്ന് കണിമംഗലത്ത് വിടണം. വഴി കുട്ടി പറഞ്ഞുതരും. കേറ് മോളെ. ശ്യാമേ, ഈ വേഷം മാറ്റണ്ടേ? അവരിപ്പോ വന്നാ ശരിയാ. ശ്യാമേ, ആരാ ഇപ്പൊ വണ്ടിയിൽ പോയത്? അത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാ. ശ്യാമയെ കാണാൻ വന്നത്. ഇവിടെ അടുത്തുള്ള ആളാണോ? ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അല്ല, അമൃതയടുത്തേക്ക് എന്തോ ഒരു പരിഭ്രമം. ഏയ്, എന്ത് പരിഭ്രമം? ശ്യാമ എവിടെ? എന്തുപറ്റി? വല്ലാതെ വേർത്തിട്ടുണ്ടല്ലോ.